ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടോക്കി. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് ഇതുപോലൊരു സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഇതായിരിക്കും. എന്താ പറയുക, ഒരുപാട് എണ്ണയും ഇതൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും ചെയ്യും. നമ്മൾ വീട്ടിലുള്ള സാധാ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു 3 അച്ച് ശർക്കരയാണ്. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന അളവ് കറക്റ്റാണ്, ഒരുപാട് കൂടുതലും മധുരമില്ല, എന്നാലിട്ട് നല്ല പാകമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര മടി പൊട്ടിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാനിത് അതേപോലെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അത് അവിടെ ഇരുന്ന് മെൽറ്റായിക്കോളും. ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക, കുറച്ച് കറുത്തൊക്കെ പോയ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കട്ടോ. നല്ല പഴുക്കാത്ത പഴം എടുക്കരുത്, പഴുത്ത പഴം തന്നെ വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് എന്താ പറയുക, 4 പീസാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു പാത്രത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് തേങ്ങയും കൂടി വേണം കേട്ടോ. ഒരു 1/2 കപ്പോളം തേങ്ങ ഇതിട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയാൽ ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഈ തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ തേങ്ങ ഒക്കെ ചിരവി എടുക്കട്ടോ. ഞാൻ തേങ്ങ ചിരവാനും ഭയങ്കര മടിച്ചാണ് കേട്ടോ. ഞാൻ തേങ്ങ ഇങ്ങനെ പൊട്ടിച്ചെടുത്തുകയാണ് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കലാണ്. അപ്പോൾ തേങ്ങ ചിരവി മാതിരി തന്നെ ആവുമല്ലോ. അപ്പോൾ ഇന്ന് എനിക്കൊരു പൂതി തേങ്ങ ചിരവിട്ട് തന്നെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ തേങ്ങ ചിരവി എടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ ശർക്കര ഒക്കെ മെൽറ്റായി വന്നിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിരിക്കണം. പിന്നെ ഒരു പാന് വെച്ചിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് സാധാ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഏത് ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ ഈ ഗോതമ്പ് മാവിൻ്റെ ഒരു പച്ച, അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കരുത് ഇട്ടാൽ നമുക്ക് പണി കിട്ടും, പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വറുത്തെടുക്കുക. പിന്നെ അതേ പാൻ തന്നെ എടുത്തേക്കണം, കഴുകി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് തിന്നാനുള്ള സാധനമല്ല. അപ്പോൾ അതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ തീ കുറച്ച് കൂടുതലാണെന്ന് കണ്ടപ്പോൾ ഞാൻ ഒന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ഒരു പിടി കറുത്ത മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, അപ്പോൾ സാധാ മുന്തിരിയാണുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരിയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായും ഒന്ന് നല്ലതാണ്, രക്തം വെക്കാനും ഇതിനൊക്കെ. പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഈ 2 പഴം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴം നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റിയിട്ട് എടുക്കാനുള്ളതാണ്. നെയ്യിലൊക്കെ കിടന്ന് നല്ല വെന്ത് വഴറ്റി വരുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കത്തിയിട്ട് മുറിച്ചിട്ട് മുറിയാത്ത ചില ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊന്ന് ഞാൻ ഇത് വെച്ചുകൊണ്ട് ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ നല്ലപോലെ ഞാൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളൊന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഇതിൽ എനിക്ക് അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റിയിരിക്കണം കേട്ടോ. നമ്മൾ വേറെ എന്തെങ്കിലും ആലോചനയിലൊക്കെ ഈ കാരണം നല്ല വീഡിയോ എടുക്കണ മാതിരി ഇങ്ങനെ ക്യാമറേൻ്റെ മുന്നിലൊക്കെ കാണിച്ചെടുത്തിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ക്യാമറ ഓണാക്കിയിട്ടുണ്ടാവും. എനിക്ക് എപ്പോഴും പറ്റണ അബദ്ധമാണ് അത്. അപ്പോൾ അത് ഞാൻ തേങ്ങ ഒക്കെ ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കായൻ്റെ പൊടിയാണ്. അപ്പോൾ അല്ലാതെ എന്താ പറയുക, സാധാ ഏലക്കായ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി പെടാതെ അതിൻ്റെ കുരു മാത്രം ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കട്ടോ. നമ്മൾ കുറച്ചൊന്നും ഇങ്ങോട്ട് വഴറ്റി വരുമ്പോൾ തന്നെ പഴം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടച്ച് കൊടുക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ ഉടഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കുക. നല്ല എന്താ പറയുക, നല്ല ആ പഴത്തിൻ്റെ ആകൃതിയിൽ നിന്ന് കുറച്ചൊരു രൂപം മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ ആ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള
ശർക്കര എടുത്തുകൊണ്ട് അരിച്ചിട്ട് ഒഴിക്കട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കല്ലും പ്രാണിയും ഒക്കെ ഉണ്ടാവും. നമ്മൾ മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നതല്ലേ. ഏതെങ്കിലും പ്രാണിയായിട്ട് അബദ്ധവശാൽ നമ്മളെ വായിലേറ്റ് കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ശർക്കര എടുക്കുമ്പോൾ അരിച്ചിട്ട് തന്നെ എടുക്കുക. ശർക്കര ഉണ്ടാക്കണ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചിലപ്പോൾ ഉപയോഗിക്കാൻ തന്നെ തോന്നൂല. ഇത് പിന്നെ കഴുകി എടുക്കാനൊന്നും പറ്റുന്നില്ല. കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ ശർക്കര മൊത്തം അലിഞ്ഞു പോകൂലേ. അപ്പോൾ ശർക്കരക്ക് നമുക്ക് ശർക്കര ഉപയോഗിക്കാതെയും പറ്റൂലല്ലോ. അപ്പോൾ ഇതാ വാങ്ങുമ്പോൾ എന്താ പറയുക, ഞാൻ കുറച്ച് നോക്കിയിട്ടൊക്കെ വാങ്ങൂട്ടെ. ഇതിൽ കാണുമ്പോൾ ഒരു എന്താണ് പറയുക, ഒരു വൃത്തിയും വെടുപ്പൊക്കെ ഉള്ളതായിട്ട് ശർക്കരയൊക്കെ ചിലതിൽ ഭയങ്കര ആരും ഇതൊക്കെ ഇങ്ങനെ മേലോട്ടന്നെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇതേമാതിരി ശർക്കര ഒഴിച്ചെടുത്തതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള ശർക്കര നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. മുഴുവനും ഒഴിച്ചെടുക്കട്ടോ. അപ്പോൾ കണ്ടില്ല, അതിൽ നല്ല കരടൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ ശർക്കര എടുക്കുമ്പോൾ അതിമ ചിലതിമ എഴുതി വെച്ചിട്ടുണ്ടാവും അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര എന്നൊക്കെ. എന്നാലും നമ്മളെ സമാധാനത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് അരിച്ചിട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ്, ഒന്നുമില്ലാത്ത നല്ല ശർക്കര എന്നൊക്കെ അതിമ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നാലും എൻ്റെ മനസ്സമാധാനത്തിന് ഞാനൊന്ന് അരിച്ചെടുക്കും. അപ്പോൾ ഇതാ കട്ടൊന്നും കെട്ടാതെ അപ്പോൾ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും ഒക്കെ ഉള്ള മിക്സ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഈ മിക്സ് എല്ലാ ഭാഗത്തേക്കും എത്തണ വിധത്തിൽ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിക്കണത്. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് അപ്പച്ചമ്പൊക്കെ വെച്ചിട്ട് ആവി എന്താ പറയുക, ചൂട് വരാൻ വേണ്ടിയിട്ട് വെക്കുക. ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് വെക്കട്ടോ. ചില നേരത്തെ എന്താ പറയണതെന്നും കൂടി കിട്ടൂല. പിന്നെ അതാ ഞാനിങ്ങനെ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഏലക്കായൻ്റെ കുറവ് തോന്നിട്ടോ, ഒരു വലിയൊരു ഫ്ലേവർ ഇല്ലാത്ത മാതിരി. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണും കൂടി ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ചതുരത്തിലുള്ളത് വേണമെന്നുണ്ടെങ്കിലും വട്ടത്തിലുള്ളത് വേണമെങ്കിലും ഒക്കെ എടുക്കട്ടോ. അപ്പോൾ ഞാനിതാ അങ്ങനത്തെ ഒരു കേക്ക് ടിന്ന് ഉണ്ടാക്കി. ഇതിൻ്റെ മുന്നേ നമ്മൾ ആ കൊറോണയിൽ നല്ല ഭ്രാന്തായിരുന്നു കേട്ടോ, ഈ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഭ്രാന്തായിരുന്നു. എങ്ങനത്തെ കേക്ക് വേണമെങ്കിലും ഓരോരോ കേക്കിൻ്റെ റെസിപ്പി കാണുമ്പോൾ എനിക്ക് അതുമാതിരിയൊക്കെ ഉണ്ടാക്കി നോക്കാഞ്ഞാൽ ഭയങ്കര സമാധാനക്കേട് ചെയ്തിട്ടാണ്. ഇപ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കലും കൂടില്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ മക്കളൊക്കെ എപ്പോഴെങ്കിലും പറയുകയാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്നല്ലാതെ ഇപ്പം നമുക്ക് വല്ലാതെ തിരിഞ്ഞ് നോക്കലില്ല കേട്ടോ. അന്ന് അതന്നെയാണ് പണി. വിവിധ തരത്തിലുള്ള കേക്കുകൾ ഉണ്ടാക്കി നോക്കലും പരീക്ഷിക്കലും ഒക്കെ ഒരു പണിയായിരുന്നു. എന്നാൽ വേറെ പണിയൊന്നും ഇല്ലെന്നല്ലോ, പുറത്തേക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇരിക്കില്ലായിരുന്നു. അപ്പോൾ ഞാനിത് ബാറ്റർ ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് എന്താ പറയുക ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ അപ്പച്ചെമ്പിൽ ഇഡ്ഡലി ചെമ്പിൽ ആവിയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഇതിന് ഇത് നല്ലോണം വെന്തിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതിലൊക്കെ ഇറക്കി വെച്ചിട്ട് മൂടി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അടുപ്പാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിക്ക് താഴ്ചയും റാക്ക് ഒരു സൈഡിക്ക് പൊന്തിയിട്ടാണ് കേട്ടോ. നമ്മൾ എന്ത് സാധനം വെച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഒരു സൈഡിക്ക് അങ്ങോട്ടായി പോകണം കേട്ടോ. എനിക്ക് ഭയങ്കര പ്രാന്താണ് അതിങ്ങനെ കാണുമ്പോൾ. പിന്നെ നമ്മളെ വീടല്ലല്ലോ, നമ്മളിവിടെ ഇങ്ങനെ റെൻറ്റിന് നിൽക്കല്ലേ. അപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയൂലല്ലോ. ഇത് ഉണ്ടാക്കിയ ആൾക്കാരെ പണിയല്ലേ. ഇപ്പോൾ അതങ്ങനെ നോക്കാതെ ഉണ്ടാക്കിയതുകൊണ്ട് എന്തൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞിക്കാണ്ട് പോട്ടെ ഭയങ്കര ഇടങ്ങാറാണ് അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലുമൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറക്കുന്നത്. ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തിരുന്നു കേട്ടോ. അത് എടുക്കാൻ മറന്നു. ഞാൻ വീഡിയോ എടുത്തതാണ് എന്താ പറയുക, ക്യാമറ ഓണാക്കിയതാണ് വെച്ചിട്ട് നിന്നതാണ്. പക്ഷേ ക്യാമറ ഓണാക്കിയിട്ടില്ലേന്ന്. അപ്പോൾ ഞാനിതാ എൻ്റെ ഒരു ഇതിന് സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള ഭാഗം ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ വിട്ട് എന്താ പറയുക പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കളറും ഒന്നും കൂടി ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ല രസമുള്ളൊരു കളറും തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ തവണ കടിക്കുമ്പോഴും പഴം അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും ഒക്കെ നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഒരുപാട് ഓയിലൊന്നും പൊരിച്ചത് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനത്തെ ഒക്കെ ആവിയിൽ വേവിച്ചിട്ട് കൊടുത്താൽ നല്ലതാണ്. പിന്നെ നമ്മളതിലേക്ക് മൈദ ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ, ഗോതമ്പ് പൊടിയല്ലേ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിവിടെ ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കിയായിട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കാലിയായിട്ടുണ്ട് സാധനം. അപ്പോൾ ഞാൻ കണ്ടില്ല ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ കടിക്കുമ്പോൾ എല്ലാതും നമുക്ക് തിന്നാനായിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ട്. പിന്നെ ലൈക്ക് മറക്കരുത് കേട്ടോ മക്കളെ. നിങ്ങളൊരു ലൈക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന ടൈമിലെങ്കിലും ഒരു ലൈക്ക് തരാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.